എല്ലാവർക്കും നമസ്കാരം. ജപ്പാനിൽ ഇത്തവണ ശിശിരകാലം വളരെ ദൈർഘ്യം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ ശിശിരകാലത്തിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഇന്ന് വളരെ നല്ല കാലാവസ്ഥയാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് ശിശിരകാലം ആണ് എങ്കിൽ നാളെ ചിലപ്പോൾ അതിശൈത്യമായിട്ട് പെട്ടെന്ന് മാറുന്ന ഒരു കാലാവസ്ഥ മാറ്റമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഓരോ പ്രദേശത്തും ഓരോ രാജ്യത്തും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. കേരളത്തിൽ പലപ്പോഴും ശക്തമായ മഴ പെയ്യുന്നത് കാണുന്നു. ഈ സമയത്ത് അങ്ങനെ വലിയൊരു മഴ പലപ്പോഴും ഉണ്ടാകാറുള്ളതല്ല. എന്തായാലും വരുന്ന കാലാവസ്ഥ മാറ്റങ്ങളെയും വരുന്ന സംഭവങ്ങളെയും ആസ്വദിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ ജീവിതം ഓരോ നിമിഷവും ഓരോ ദിവസവും ആസ്വദിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യുവാൻ നിവൃത്തിയുള്ളൂ. അതിൽ വരുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരേപോലെ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വളരെ അമൂല്യമായ ജീവൻ, അത് തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത്. ആ സമ്പത്ത് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് എത്ര കാലം ഈ ഭൂമുഖത്ത് നിൽക്കാനാവുമോ അത്രയും കാലം സന്തോഷത്തോടു കൂടി ഐശ്വര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി എല്ലാവർക്കും കഴിയുവാൻ ഇടവരട്ടെ. നമുക്ക് ഓരോ നിമിഷങ്ങളിലും ജീവിക്കാം, അതായിരിക്കട്ടെ നമ്മളുടെ മുദ്രാവാക്യം. നമ്മൾ പലപ്പോഴും മലയാളത്തിൽ പല വാക്യങ്ങളുമുണ്ട്. എന്തു വന്നാലും നമുക്ക് ആസ്വദിച്ചിടണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം എന്ന് നമ്മൾ പലപ്പോഴും പാടാറുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിച്ചാൽ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എല്ലാവർക്കും ഈ ശിശിരകാലത്തിൻ്റെയും ശൈത്യകാലത്തിൻ്റെയും ഇടയിലുള്ള ഈ മനോഹരമായ സമയത്ത് ജപ്പാനിൽ നിന്നും സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം.